morning all. Welcome to Dakshina Learning's Daily News Desk. So, ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം സെറ്റ് ടു ഗിവ് ഷാർപ്പർ റെയിൻ അലേർട്സ്. Second one, an operation that was also about a self-reliant India. The third one, focus on heat resilience despite the monsoon. And the fourth, greater share, states deserve a bigger share of central taxes in post-GST era. And the fifth one, arms deals. India moves away from Russia, Pakistan from the US. And the sixth one, why are sugar boards necessary in schools? And the seventh one, the dawn of autonomous satellites and the legal vacuum above us. So, നമുക്കിനി ഓരോ ന്യൂസിലേക്ക് പോയി നോക്കാം. And the first one, ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം സെറ്റ് ടു ഗിവ് ഷാർപ്പർ റെയിൻ അലേർട്സ്. ഇതിൻ്റെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ IMD, ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഹൈ റെസൊല്യൂഷൻ റെയിൻഫോൾ ഫോർകാസ്റ്റിംഗ് സിസ്റ്റമാണ്. ദിസ് ഇംപ്രൂവിങ് ഷോർട്ട് ആൻഡ് മീഡിയം റേഞ്ച് ആക്യുറസി ഡൗൺ ടു പഞ്ചായത്ത് ലെവൽ. അതിൻ്റെ ആക്യുറസി നമ്മൾ ഹൈ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 6/6 ആണ് വരുന്നത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് 12/12 ആയിരുന്നു. സോ നമ്മൾ ആ ഏരിയ എടുക്കുമ്പോൾ 12x12 അങ്ങനെ വരും. സോ ആ ഒരു പഞ്ചായത്ത് ലെവൽ ഓഫ് ആക്യുറസി നമുക്ക് തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ IITM, which is Indian Institute of Tropical Meteorology, IITM. BFS uses enhanced computing and refined models, marking a 4x improvement over previous systems. As I have already mentioned, 12/12 നിന്ന് നമ്മൾ 6/6ലേക്കാണ് ഇംപ്രൂവ് ആയിരിക്കുന്നത്. So there will be a 4x change. Yes. In testing since 2002. Okay, since 2002, this is in test. It proved effective predicting heavy rainfall events. Okay, then India becomes the first country to implement operational weather forecasting at this resolution. Though forecasting of sudden events like thunderstorms still requires separate models, 34 Doppler radars being installed to aid that. അതായത് സഡൻ ഇവൻറ്റ്സ്, അതായത് തണ്ടർസ്റ്റോംസ് പോലെയുള്ള സഡൻ ഇവൻറ്റ്സ് ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്കിപ്പോഴും പറ്റില്ല. ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ 34 ഡോപ്ലർ റഡാർസ് അതിൻ്റെ കൂടെ എയ്ഡ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ, ആസ് ഐ ഹവ് ഓൾറെഡി മെൻഷൻഡ്, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ IITM Pune, implemented by IMD, the first in the world with 6/6 കിലോമീറ്റർ ഫോർകാസ്റ്റ് റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് US UK ഒക്കെ നോക്കുമ്പോൾ നമ്മൾ 9/9 ഒക്കെയാണ് വരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് യൂസസ് അർക്ക സൂപ്പർ കമ്പ്യൂട്ടർ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് യൂസസ് അർക്ക സൂപ്പർ കമ്പ്യൂട്ടർ. ഫോർകാസ്റ്റ് ടൈം റെഡ്യൂസ്ഡ് ഫ്രം 10 to 4 hours. 10 to 4 hours ആണ് ഫോർകാസ്റ്റ് ടൈം വരുന്നത്. ദെൻ ഫോർകാസ്റ്റ് റെസൊല്യൂഷൻ വരുന്നത്, as we have seen, 6/6 kilometer grid ആണ്. Highest operational resolution globally. Covers all of India. ഇന്ത്യയിൽ ഓൾ ഓവർ ഇത് കവർ ആവുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ മൺസൂൺ കോർ സോൺ. ഇറ്റ് എനേബിൾസ് വില്ലേജ് ലെവൽ ഹൈ ആക്യുറസി ഫോർകാസ്റ്റ്. ആൻഡ് ഡോപ്ലർ വെദർ റഡാർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡോപ്ലർ വെദർ റഡാർസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബീങ് റാപ്പിഡ്ലി ഇൻസ്റ്റാൾഡ്. 40 ഡോപ്ലർ വെദർ റഡാർസ് ആർ യൂസ്ഡ് നൗ. ഇപ്പോൾ നമ്മൾ 40 ആണ് യൂസ് ചെയ്യുന്നത്. എക്സ്പാൻഡിങ് ടു 100 ഫോർ നേഷൻ വൈഡ് കവറേജ്. ഇംപ്രൂവ്സ് തണ്ടർസ്റ്റോംസ് ആൻഡ് എക്സ്ട്രീം വെദർ ഫോർകാസ്റ്റ് എനേബിൾസ് റിയൽ ടൈം നൗ കാസ്റ്റിംഗ്. അതൊരു റിയൽ ടൈം നൗ കാസ്റ്റിങ്ങിന് നമ്മൾ എനേബിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് തണ്ടർസ്റ്റോം പോലെയുള്ള സഡൻ ഇവൻറ്റ്സിനെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് GS 1-3 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 നോക്കുമ്പോൾ ജിയോഗ്രഫിക്കൽ ഫിനോമിന എന്താണ്, മൺസൂൺ, റെയിൻഫോൾ പാറ്റേൺസ്, വെദർ ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെ GS 1 വരുന്നുണ്ട്. GS 3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് വെദർ മോഡൽസ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ഡിസാസ്റ്റർ പ്രഡിക്ഷൻ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ GS 3 ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഇൻ പ്രിപ്പയർഡ്നെസ് ഫോർ എക്സ്ട്രീം വെദർ ഇവൻറ്റ്സ്. ഓക്കെ, ആൻഡ് ഇമേജിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആക്യുറസി ലെവൽ നമുക്കിതിൽ കാണാൻ പറ്റും. 6 കിലോമീറ്റർ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കാണാമല്ലേ, വീടുകളൊക്കെ നമുക്ക് വളരെയധികം ക്ലോസ് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ്
ആസ് ഐ ഹവ് മെൻഷൻഡ് 34 ഡോപ്ലർ റഡാർ 40 ഡോപ്ലർ റഡാറൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് സഡൻ ഇവൻസിനെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നൗകാസ്റ്റ് ചെയ്യാൻ പറ്റും. Coming to the next second news, an operation that was also about a self-reliant India. സോ സെൽഫ് റിലയൻസിനെ കുറിച്ച് നമ്മുടെ കുറച്ച് സ്കീംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണിത്. അതിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ ആ ഒരു സ്ട്രീമിൽ ഇന്ത്യസ് പുഷ് ത്രൂ മേക്ക് ഇൻ ഇന്ത്യ ആൻഡ് ആത്മനിർഭർ ഭാരത് ഹാസ് സ്ട്രെങ്തൻഡ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ്, ഇംപ്രൂവ്ഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് and boosted defense exports, especially through PLI schemes, production linked incentive schemes. Okay, so നമ്മുടെ economic and industrial transformation related ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഉണ്ട് ആൻഡ് ആത്മനിർഭർ ഭാരത് ഉണ്ട്, which helps India to push exports. Then technological leadership, India is investing in frontier technologies like AI, semiconductors, quantum computing and space tech, with missions like National Quantum Mission and India Semiconductor Mission positioning India as a global tech hub. റീജിയണലി നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു പുഷാണ് ടെക്നോളജിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് യെസ്, ഇന്ത്യ ഈസ് ഇൻവെസ്റ്റിംഗ് AI, semiconductors and quantum computing. And private sector and innovation ecosystem. The private sector and startups are key drivers of defense innovation, clean technology, space components, and AI-based solutions like Bhashini. Okay, showing India's shift towards self-reliance and strategic autonomy. Okay, now let's go to the prelims points. Yes, Make in India initiative, as I have already mentioned, it boosts manufacturing. Okay, production boost ചെയ്യാൻ എന്താണ് മേക്ക് ഇൻ ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എയിംസ് ഫോർ 25% GDP ഷെയർ. ഓക്കെ, it focuses on skill development and foreign direct investment, ease of doing business. Infrastructure push Bharatmala, Sagarmala and BharatNet. സോ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് നമുക്ക് മാനുഫാക്ചറിങ് കൂട്ടുന്ന വഴി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ എഫ് ഡി ഐ കൂട്ടുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ ആത്മനിർഭർ ഭാരത്, സെൽഫ് റിലയൻസ് വയ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് റിഫോംസ് വരുന്നത് MSME സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, ഫിനാൻസ് ആൻഡ് PLI. ഓക്കെ, focus on local jobs, digital infrastructure. സോ നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നത് വഴി നമുക്ക് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കൂട്ടുന്നത് വഴി നമ്മൾ സെൽഫ് റിലയൻ്റ് ആവുകയാണ്. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്സ് എന്താണ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ PLI സ്കീംസ്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസ്. അത് നമ്മുടെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ മാനുഫാക്ചറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കീമാണ്. പ്രൊമോട്ട്സ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ഇൻ കീ സെക്ടേഴ്സ്, അട്രാക്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, റെഡ്യൂസസ് ഇമ്പോർട്ട് റിലയൻസ് ആൻഡ് സ്ട്രെങ്തൻസ് സപ്ലൈ ചെയിൻ, ബൂസ്റ്റ് എക്സ്പോർട്സ്. നമ്മൾ എക്സ്പോർട്ട് കൂട്ടിയിട്ട് നമ്മുടെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കീമാണ് PLI സ്കീം. ആൻഡ് നാഷണൽ ക്വാണ്ടം മിഷൻ 6,003.65 crore നമ്മൾ എന്താണ് ക്വാണ്ടം ടെക്നോളജി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള 2023 to 2031 ആ ഒരു ടൈം പീരീഡിൽ. സോ ഇറ്റ് ടാർഗറ്റ്സ് 52,000 qubit computers, quantum communications, and 4 hubs for quantum computing, sensing and materials. Okay, India Semiconductor Mission launched in 2021 to develop chip ecosystem. Chip ecosystem എന്താണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന മിഷനാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ നൗഡേയ്സ്. ഇൻസെൻറ്റീവ്സ് ഫോർ കമ്പനീസ് ടു ബൂസ്റ്റ് ലോക്കൽ ചിപ്പ് പ്രൊഡക്ഷൻ. ഓക്കെ, സോ അതും നമ്മുടെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അട്രാക്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം മൈക്രോൺ, ടാറ്റ, ഗ്ലോബൽ കൊളാബറേഷൻസ്. ആൻഡ് ഭാഷിണി, നമ്മൾ സമ്മറിയിൽ മെൻഷൻ ചെയ്തിരുന്നു ഭാഷിണി. ഭാഷിണി ഈസ് ലൈക്ക് എന്താണ്
It democratizes the digital informations. Okay, അതിൻ്റെ ഒരു ആക്സസ് ഡെമോക്രറ്റൈസ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഭാഷിണി എന്ന് പറയുന്നത്. ഭാഷിണി ഇസ് നത്തിങ് ബട്ട് an AI powered multilingual platform. എന്താണ്, വോയിസ് ഓർ ടെക്സ്റ്റ് ആക്സസ് ഇൻ 22 ലാംഗ്വേജസ് ഓൺ CP Grams portal. It enhances accessibility and citizen engagement. Future Skills Prime digital upskilling initiative by Ministry of Electronics and IT. ഫ്യൂച്ചർ സ്കിൽസ് പ്രൈം എന്ന് പറയുന്നത് എന്താണ്, മേറ്റിയുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഇറ്റ് ഇൻസെൻറ്റീവ്സ് ഫോർ ടെക് കോഴ്സസ് ലൈക്ക് AI, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ബിഗ് ഡാറ്റ, ക്ലൗഡ്, ഇതിനൊക്കെ ഇൻസെൻറ്റീവൈസ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഫ്യൂച്ചർ സ്കിൽസ് പ്രൈം. ആൻഡ് സപ്പോർട്ട്സ് കരിയർ അഡ്വാൻസ്മെൻറ്റ് വയ സർട്ടിഫിക്കേഷൻസ്. ആൻഡ് Confederation of Indian Industry, CII എന്ന് പറയുന്നത്, it is the apex industry body partnering with the government, fosters industry growth and economic development, provides support for policy reforms. And you can see the pictures we have provided. PLI scheme എന്താണ്, ഇൻവെസ്റ്റ്മെന്റ്സിലും പ്രൊഡക്ഷൻ വാല്യൂലും എംപ്ലോയ്മെന്റ് ജനറേഷനിലും എക്സ്പോർട്ടിലൊക്കെ വന്നിട്ടുള്ള ബൂസ്റ്റ്, ആ ഒരു ചേഞ്ച് നമുക്ക് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം. അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഈ പിക്ചറിൽ കാണാം. അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരതിൻ്റെ 5 പില്ലേഴ്സ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഓൾസോ. നമുക്ക് ആൻസർ റൈറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് ഭാഷിണി ഓൾസോ, ഭാഷിണിയുടെ ഒരു വർക്കിംഗ് ആ ഒരു പിക്ചറും. ഓക്കെ, ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. GS2ൽ നമ്മൾ നോക്കുമ്പോൾ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് സെക്ടേഴ്സ്. ആൻഡ് GS3ൽ എന്താണ്, ഇൻഡിജനൈസേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ ടെക്നോളജി. ആൻഡ് GS3ൽ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്, റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ ഇൻ R&D. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഹീറ്റ് റെസിലിയൻസ് ഡെസ്പൈറ്റ് ദ മൺസൂൺ. ഇതിൻ്റെ ഒരു സമ്മറി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹീറ്റ് ഹെൽത്ത് ക്രൈസിസ് ഡിമാൻഡ്സ് പ്രിവെൻറ്റീവ് ലോക്കലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് റെസ്പോൺസ്. ഓക്കെ, ഹീറ്റ് ഹെൽത്ത് ക്രൈസിസിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യസ് ഹെൽത്ത് സിസ്റ്റം മസ്റ്റ് ഷിഫ്റ്റ് ഫ്രം റിയാക്റ്റീവ് ക്രൈസിസ് കെയർ ടു പ്രിവെൻറ്റീവ് ക്ലൈമറ്റ് റെസിലിയൻറ്റ് ആക്ഷൻ. ഓക്കെ, നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, എസ്പെഷ്യലി അറ്റ് പ്രൈമറി ഹെൽത്ത് കെയർ ലെവലിൽ എന്താണ്, ആശാ വർക്കേഴ്സ് ആൻഡ് ലോക്കൽ അലേർട്സിൻ്റെ ആ ഒരു ലെവലിൽ നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണിത്. നീഡ് ഫോർ ക്രോസ് സെക്ടോറൽ ആൻഡ് ഇക്വിറ്റി സെൻട്രിക് അപ്രോച്ച്. ഓക്കെ, അതായത് കോമ്പാറ്റിംഗ് ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് റിക്വയറിംഗ് ഇന്റർഡിസിപ്ലിനറി കൊളാബറേഷൻ. That is health, urban planning, labor, climate science, and must be rooted in social equity. ആ ഒരു സോഷ്യലി ഉള്ള ഇക്വിറ്റീനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പ്രൊട്ടക്ടിങ് വൾണറബിൾ ഗ്രൂപ്പ്സ് ലൈക്ക് ഡെയിലി വേജസ്, സ്ലം ഡ്വെല്ലേഴ്സ്, ദേ ആർ ദ മോസ്റ്റ് സസെപ്റ്റബിൾ പീപ്പിൾ. ഓക്കെ, ആൻഡ് കോൾ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആൻഡ് പ്രോട്ടോകോൾ ഇൻറ്റഗ്രേഷൻ. India needs standardized clinical protocols, hospital readiness, and a network of excellence that integrates real-time data, early warnings, and proactive interventions across sectors. Okay. നമ്മൾ ഇതിൻ്റെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, ഹീറ്റ് സ്ട്രെസ് ആൻഡ് വെറ്റ് ബൾബ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഹീറ്റ് സ്ട്രെസ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ മിനിഞ്ഞാന്ന് കഴിഞ്ഞ UPSC പ്രിലിംസിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹീറ്റ് സ്ട്രെസ് ആൻഡ് വെറ്റ് ബൾബ് heat stress and wet bulb temperature. Heat stress occurs when body can't cool down due to heat and humidity. Okay, ഹീറ്റ് ആൻഡ് ഹ്യൂമിഡിറ്റി കാരണം ബോഡിക്ക് കൂൾ ഡൗൺ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മെഷേഴ്സ് കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ആൻഡ് above 35 degrees Celsius, wet bulb is deadly. Okay, above 35 degrees Celsius വെറ്റ് ബൾബിൽ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഡ്ലി എന്നാണ് പറയുന്നത്. ഇന്ത്യ ഫേസസ് റൈസിങ് ഹീറ്റ് വേവ് റിസ്ക്. സോ ഇന്ത്യ
ഹീറ്റ് വേവ് റിസ്ക് എന്താണ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് എ ഹെൽത്ത് ക്രൈസിസ് ഓൾസോ. ഓക്കെ, റോൾ ഓഫ് ആശ വർക്കേഴ്സ് ഇൻ ക്ലൈമറ്റ് റെസിലിയന്റ് ഹെൽത്ത് കെയർ. സോ നമ്മൾ ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ഇതിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ഒരു ഹെൽത്ത് ക്രൈസിസ് വരുമ്പോൾ നമുക്ക് എന്താണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കണമെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ഫോക്കസ് ചെയ്താലേ പറ്റുള്ളൂ. ആൻഡ് ആശ വർക്കേഴ്സ് ആർ ട്രസ്റ്റഡ് റൂറൽ ഹെൽത്ത് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആശ വർക്കേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ തന്നെ എന്താണ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തിക്കുന്നത് ആശ വർക്കേഴ്സാണ്. And they spread awareness on climate health risks and early warnings. Then support health during climate disasters, especially maternal and child care. Then best practices നോക്കുകയാണെങ്കിൽ അഹമ്മദാബാദ് ഹീറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ട്, ഏർലി വാർണിംഗ്സ്, പബ്ലിക് അലേർട്സ്, ഹെൽത്ത് സ്റ്റാഫ് ട്രെയിനിങ്. ഓക്കെ, ദെൻ മിസ്റ്റിംഗ് ഷെൽട്ടേഴ്സ്, പബ്ലിക് കൂളിംഗ് സോൺസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻ ഹീറ്റ് വേവ്സിൽ നമ്മൾ പബ്ലിക് കൂളിംഗ് സോൺസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് കൂൾ റൂഫിംഗ്. ഓക്കെ, കൂൾ റൂഫിംഗ് എന്ന് വെച്ചാൽ റിഫ്ലക്റ്റീവ് റൂഫ്സ് റെഡ്യൂസ് ഇൻഡോർ ഹീറ്റ്. ദാറ്റ് ഈസ് എന്താണ് സൺ റിഫ്ലക്റ്റൻസ് ആണ്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആൽബിഡോ. ആൻഡ് ആൽബിഡോ വെച്ചിട്ട് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ, സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് അനുഭവപ്പെടും. സോ ദാറ്റ് ഇസ് കൂൾ റൂഫിംഗ്. ആൻഡ് മൊബൈൽ ഹൈഡ്രേഷൻ സ്റ്റേഷൻസ് പ്രൊവൈഡ് വാട്ടർ ഡ്യൂറിങ് എക്സ്ട്രീം ഹീറ്റ്. ഇതൊക്കെ വളരെ എന്താണ് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുമാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ GS2ലും GS3ലും വരുന്നുണ്ട്. GS2ൽ നോക്കുമ്പോൾ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പബ്ലിക് ഹെൽത്ത് സെക്ടർ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഡെലിവറി മെക്കാനിസംസ്. ഓക്കെ, യെസ്. GS3ൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഡീഗ്രഡേഷൻ, ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, that is related to heat waves. So നമ്മുടെ IMDയുടെ ഹീറ്റ് വേവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, ക്രൈറ്റീരിയാസ് ഒക്കെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് GS3ൽ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് അഡ്രസ്സിങ് സോഷ്യൽ വൾണറബിലിറ്റീസ് ഡ്യൂറിങ് ക്ലൈമറ്റ് ക്രൈസിസ്. അടുത്ത ന്യൂസ്, ഗ്രേറ്റർ ഷെയർ, സ്റ്റേറ്റ്സ് ഡിസേർവ് എ ബിഗർ ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസ് ഇൻ പോസ്റ്റ് GST era. Okay, it's about fiscal federalism or cooperative federalism. ആൻഡ് ഇതിൻ്റെ സമ്മറി നമ്മൾ നോക്കുമ്പോൾ സ്ട്രെയിൻഡ് ഫെഡറൽ റിലേഷൻസ് ആൻഡ് ഇൻഫ്രീക്വൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡയലോഗ്. ഓക്കെ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിനെ കുറിച്ചും ആൻഡ് ഫെഡറൽ റിലേഷൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണിത്. ഫെഡറൽ ബോഡീസ് ലൈക്ക് നീതി ആയോഗ്, ഗവേണിംഗ് കൗൺസിൽ ആൻഡ് GST കൗൺസിൽ ആർ നോട്ട് മീറ്റിംഗ് റെഗുലർലി, undermining cooperative federalism and reducing avenues for states to express concerns. So സ്റ്റേറ്റ്സിന് അവരുടെ കൺസേൺസ് എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് നമ്മൾ അതിൽ കൂടുതൽ നോക്കുകയാണെങ്കിൽ കീ ഡിമാൻഡ്സ് ഫോർ ഫിസ്ക്കൽ ഫെഡറലിസം റിഫോംസ്. ഓക്കെ, തമിഴ്നാടു CM ഡിമാൻഡഡ് എ 50% ഷെയർ ഇൻ സെൻട്രൽ ടാക്സസ് അപ്പ് ഫ്രം 41%. ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ പ്രിലിംസിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആൻഡ് ഹൈലൈറ്റിംഗ് ദ സ്റ്റേറ്റ്സ് ഗ്രോയിങ് ഫിനാൻഷ്യൽ നീഡ്സ് ആൻഡ് ദ ലിമിറ്റേഷൻസ് ഓഫ് GST ഇൻ മീറ്റിംഗ് റവന്യൂ എക്സ്പെക്ടേഷൻസ്. ദെൻ കൊളാബറേറ്റീവ് മെക്കാനിസംസ് സജസ്റ്റഡ് ഫോർ നാഷണൽ ഗ്രോത്ത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ളൊരു പ്രപ്പോസൽ ആണ് പറഞ്ഞിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് CM പ്രപ്പോസ്ഡ് സ്റ്റേറ്റ് സബ് ഗ്രൂപ്പ്സ് focused on GDP, demography and technology, offering a practical federal collaboration model. നമ്മൾ സ്റ്റേറ്റ്സിനെ ഒരു സബ് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ട് ആ ഒരു സിമിലർ സ്റ്റാൻഡേർഡുള്ള സ്റ്റേറ്റ്സിനെ നമ്മൾ ഒരുപോലെ എന്താണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഡ്രൈവിംഗ് നാഷണൽ പ്രയോറിറ്റീസ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മൾ നാഷണൽ പ്രയോറിറ്റി ഓൾസോ കൺസിഡർ ചെയ്യുകയും വേണം. ഇതിലെ കീ വേർഡ്സ് ഫോർ പ്രിലിംസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു അല്ലേ. സോ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഇൻക്ലൂഡ്സ് CMs ആൻഡ് ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ്. സോ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് എന്താണ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് CMസും ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സും ആൻഡ് സെൻറ്ററിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും അതിലുണ്ട്. ആൻഡ് സെറ്റ്സ് നാഷണൽ ഡെവലപ്മെൻറ്റ് പോളിസീസ്. Okay, promotes center state cooperation and reviews schemes. GST കൗൺസിലിലേക്ക് വരുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് ചെയർഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ,
Members include state finance ministers. Okay, so union finance minister and state finance ministers in the എന്താ ബോഡിയാണ് ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്നത്. ഡിസൈഡ്സ് ജി എസ് ടി റേറ്റ്സ്, ഓക്കെ, എക്സംഷൻസ് ആൻഡ് ടാക്സ് റൂൾസ്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ജി എസ് ടി കൗൺസിലാണ്. ദെൻ വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ എന്താണ്, സെൻറ്ററിന് 1/3 ആണ് വെയിറ്റേജ് വരുന്നത്, സ്റ്റേറ്റ്സിന് 2/3. ഓക്കെ, സോ സെൻറ്ററിന് എന്താണ് ഒരു 33.3% വെയിറ്റേജ് ഉണ്ട്, സ്റ്റേറ്റ്സിൻ്റെ എല്ലാം കൂടെ 66.6% വരുന്നുണ്ട്. സോ മെജോറിറ്റി നമ്മളൊരു ഒരു പ്രപ്പോസൽ പാസ് ആവണമെങ്കിൽ അതിന് 75% വോട്ട് വേണം. സോ എല്ലാ സ്റ്റേറ്റ്സിനും താല്പര്യം ഉണ്ടെങ്കിൽ കൂടി 66% ആവുന്നുള്ളൂ. സ്റ്റിൽ സെൻറ്ററിൻ്റെ നോഡ് കിട്ടാതെ അത് പാസ് ആവില്ല എന്നാണ് ഈ ഒരു വോട്ടിങ്ങിൻ്റെ കേസിൽ വരുന്നത്. സോ ദർ വിൽ ബി എ ഫെഡറലിസം എന്താണ് ഒരു ഇഷ്യൂ വരുന്നുണ്ട് അവിടെ. ദെൻ ഒരു സെൻട്രലൈസിങ് ടെൻഡൻസി നമുക്ക് അവിടെ കാണാം. ഫിനാൻസ് കമ്മീഷൻ്റെ കേസിൽ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഫോർ ടാക്സ് ഷെയറിംഗ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, സോ അവിടെ നമ്മൾ ഫിനാൻസ് കമ്മീഷൻ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. പോപ്പുലേഷൻ, ഡെമോഗ്രഫിക്കൽ പെർഫോമൻസ്, ഫിസ്ക്കൽ എഫേർട്സ് പോലെയുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട് ഫിനാൻസ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളാം. ദെൻ റെക്കമെൻഡ്സ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ടാക്സ് ഡെവല്യൂഷൻ ഫോർമുലാസ്, എൻഷുവേഴ്സ് ഫിസ്ക്കൽ ബാലൻസ് ആൻഡ് ഇക്വിറ്റി എമംഗ് സ്റ്റേറ്റ്സ്. മെയിൻസിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് GS2ലും GS3ലും വരുന്നുണ്ട്. GS2ല് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്. ഓക്കെ, GS2ല് വരുന്നത് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഫെഡറൽ സ്ട്രക്ചർ. GS2ൽ തന്നെ ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഫിനാൻസസ് അപ് ടു ലോക്കൽ ലെവൽസ് ആൻഡ് ചലഞ്ചസ് therein. GS3ല് റിസോഴ്സ് മൊബിലൈസേഷൻ ആൻഡ് ഇഷ്യൂസ് ഇൻ GST ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ദെൻ നീതി ആയോഗിൻ്റെ കോമ്പോസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നീതി ആയോഗ്. ആൻഡ് നീതി ആയോഗ് ഇസ് ബേസ്ഡ് ഓൺ 7 pillars. ആ ഒരു 7 pillars മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. നെക്സ്റ്റ് ന്യൂസ് ഇസ് അബൌട്ട് ആംസ് ഡീൽസ്. ഓക്കെ, ആംസ് ഡീലിൽ ഇപ്പോൾ ഉള്ള ഒരു ഡീവിയേഷൻ്റെ ഒരു ട്രെൻഡിനെ കുറിച്ച് പറയുന്ന ഒരു ന്യൂസാണിത്. ആംസ് ഡീൽസ്, ഇന്ത്യ മൂവ്സ് എവേ ഫ്രം റഷ്യ ആൻഡ് പാകിസ്ഥാൻ ഫ്രം ദ US. ഓക്കെ, ഇതിൻ്റെ ന്യൂസ് സമ്മറിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഷിഫ്റ്റ് ഇൻ ഇന്ത്യാസ് ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് സോഴ്സസ്. ഓക്കെ, നമ്മുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് സോഴ്സിൽ നിന്നുള്ള ഷിഫ്റ്റിനെ കുറിച്ച്. ഓക്കെ, ഇന്ത്യ ഈസ് റിഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ റഷ്യ. ഓക്കെ, ആ ഒരു ചേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഫ്രം 96.5% നിന്ന് നമ്മൾ 1990s നമ്മൾ അത്രയും റഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2020s ആയപ്പോൾ അത് 75% ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻക്രീസിങ് ഇമ്പോർട്ട്സ് ഫ്രം വെസ്റ്റേൺ അലൈസ് ലൈക്ക് ഫ്രാൻസ്, UK ആൻഡ് US ആൻഡ് ഇസ്രായേൽ. ഓക്കെ, വെസ്റ്റേൺ അലൈസ് ആയിട്ടുള്ള ഫ്രാൻസ്, UK, US ആൻഡ് ഇസ്രായേൽ പോലെയുള്ള കൺട്രീസിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി ഫോർ വാട്ട്, ഫോർ എയർ പവർ സിസ്റ്റംസ്. ഓക്കെ, അതുപോലെ ചൈനയുടെ ഡോമിനൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഡിഫൻസ് ഇമ്പോർട്ട്സിൽ ചൈനയുടെ ഡോമിനൻസ് നമുക്കിപ്പോൾ കാണാം. ആൻഡ് ചൈന നൗ സപ്ലൈസ് 95% ഓഫ് പാകിസ്ഥാൻസ് ആംസ്, എ ഷാർപ്പ് റൈസ് ഫ്രം 19% ഇൻ 2000s. ഓക്കെ, 19% ആയിരുന്നത് 95% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. വൈൽ US സപ്പോർട്ട് ഹാവ് കൊളാപ്സ്ഡ് ടു ബിലോ 1% ഇൻ 2020s. ഓക്കെ, സോ ആ ഒരു ചേഞ്ച് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ജിയോപൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഇൻ ആംസ് ട്രേഡ്. ഓക്കെ, ദ US റിമൈൻസ് ദ ലാർജസ്റ്റ് ഗ്ലോബൽ ആംസ് എക്സ്പോർട്ടർ. 65% ആണ് ഗ്ലോബൽ ആംസ് എക്സ്പോർട്ടിൽ US എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, വൈൽ ചൈനാസ് ഗ്ലോബൽ എക്സ്പോർട്ട് ഷെയർ ഇസ് ലെസ് ദാൻ 2%. ഓക്കെ, ചൈനയുടെ ഗ്ലോബൽ എക്സ്പോർട്ട് ഷെയർ less than 2% ആണ്, ബട്ട് ഹെവിലി ഫോക്കസ്ഡ് ഓൺ പാകിസ്ഥാൻ. 33% ഓഫ് ചൈനയുടെ എക്സ്പോർട്ടും പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. ഓക്കെ, ഇൻഡിക്കേറ്റിംഗ് സ്ട്രാറ്റജിക് റീജിയണൽ അലൈൻമെന്റ്സ്. ഓക്കെ, ആ ഒരു US ചൈന റിവൽറി ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ദെൻ അതിൻ്റെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മേജർ ഗ്ലോബൽ ആം എക്സ്പോർട്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് USA. നമ്മൾ പറഞ്ഞു അല്ലേ, ലാർജസ്റ്റ് ഗ്ലോബൽ ആം എക്സ്പോർട്ടർ ആണ് USA എന്ന് പറയുന്നത്. ആൻഡ് റഷ്യ സെക്കൻഡ് ലാർജസ്റ്റ് മേജർ സപ്ലൈ ടു ഏഷ്യ ആൻഡ് ആഫ്രിക്ക.
ഏഷ്യ ആൻഡ് ആഫ്രിക്കയിലേക്കുള്ള സെക്കൻഡ് ലാർജസ്റ്റ് മേജർ സപ്ലയർ ആരെന്ന് ചോദിച്ചാൽ റഷ്യയാണ്. ആൻഡ് ചൈനയുടെ കേസിൽ പറയുമ്പോൾ തേർഡ് ലാർജസ്റ്റ് ഗ്രോയിങ് എക്സ്പോർട്സ് എസ്പെഷ്യലി ടു ഡെവലപ്പിംഗ് കൺട്രീസ്. ഓക്കെ, ദെൻ ഇന്ത്യസ് ടോപ്പ് ഡിഫൻസ് പാർട്ട്നേഴ്സ് വിച്ച് ഇസ് ഫ്രാൻസ്. ഓക്കെ, ഫ്രാൻസ്, ഇസ്രയേൽ ആൻഡ് റഷ്യ. ദെൻ US വരുന്നുണ്ട്, UK വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഫ്രാൻസിൽ നമ്മൾ എന്താണ് കീ സപ്ലൈസ് ഓഫ് ഫൈറ്റർ ജെറ്റ്സ് ആണ് ആൻഡ് സബ്മറൈൻസ്. ഓക്കെ, ദെൻ ഇസ്രയേൽ മേജർ പ്രൊവൈഡർ ഓഫ് മിസൈൽസ്, സർവൈലൻസ് ടെക്നോളജീസ് ആൻഡ് ഓൾ. അത് നമ്മൾ ഇസ്രായേലിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. റഷ്യ, US, UK ലോങ് ടേം പാർട്ട്നേഴ്സ് ഇൻ എയർക്രാഫ്റ്റ്, ഷിപ്സ് ആൻഡ് വെപ്പൺസ്. ഓക്കെ, ഇവിടെ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സിപ്രി ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് ഇൻ സ്വീഡൻ, ഫൗണ്ടഡ് ഇൻ 1966. ദെൻ ട്രാക്സ് ഗ്ലോബൽ ആംസ് ട്രേഡ്, ഓക്കെ, military spending and arms control, publishes authoritative data analysis, informs policy, promotes transparency. ഓക്കെ, ഇത് നമ്മുടെ ടെററിസത്തിനൊന്നും എയ്ഡ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അതോറിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, സോ അത് എവിടെയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്, ഫൗണ്ട് ചെയ്ത ഇയർ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ദെൻ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ GS2ലും GS3ലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, GS2ൽ നമ്മൾ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ബൈലാറ്ററൽ റിലേഷൻസ്, ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ത്യ റഷ്യ, ഇന്ത്യ US, ഇന്ത്യ ഫ്രാൻസ്, ഇന്ത്യ ഇസ്രായേൽ ഇവരുടെ ആ ഒരു ഡിഫൻസ് കോപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ GS2ൽ എഫക്റ്റ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ഇന്ത്യസ് ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ദെൻ GS3ൽ ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി, ഡെവലപ്പിംഗ് ന്യൂ ടെക്നോളജി ഇൻ ഡിഫൻസ് സെക്ടർ. ഓക്കെ, സോ നമ്മൾ ന്യൂലി ഡെവലപ്പ് ചെയ്ത ഡിഫൻസ് സെക്ടറിലുള്ള ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇവിടെ നമ്മൾ വേൾഡിലെ ബിഗ്ഗസ്റ്റ് ആം എക്സ്പോർട്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഷെയർ, എക്സ്പോർട്ട് ഷെയർ ഒന്ന് നോക്കി വെക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി, ഇറ്റലി, UK, സ്പെയിൻ, അവരുടെ ഒരു എക്സ്പോർട്ട് ഷെയർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ യുക്രൈൻ ഈസ് നൗ ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ആം ഇമ്പോർട്ടർ. നമുക്ക് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അറിയാം. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Next news is, why are sugar boards necessary in schools? Okay, it's regarding creating sugar boards in schools. Okay, so അതിന്റെ സമ്മറി നോക്കുകയാണെങ്കിൽ CBSE's sugar boards initiative നമ്മളുടെ ഇടയിൽ ഇപ്പോൾ വളരെ എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ് ഈ ഷുഗർ കട്ട് എന്നൊക്കെ പറയുന്നത്. സോ ഇത് ഹൗ ഇറ്റ് അഫക്ട്സ് ചിൽഡ്രൻ എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണിത്. Over 25,000 CBSE schools are instructed to set up sugar boards, visual tools to educate students about excessive sugar intake. It is linked to rising childhood type 2 diabetes. So childhood type 2 diabetesന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അതിൻ്റെ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഷുഗർ ബോർഡ്സ് എന്ന് പറയുന്നത്. റൈസിംഗ് ഹെൽത്ത് കൺസേൺസ് ഇൻ ചിൽഡ്രൻ. India is witnessing an alarming increase in type 2 diabetes among children due to high sugar consumption, prompting action by National Commission for Protection of Child Rights and FSI. NCPCR and FSI ആണ് ഇതിനെ എന്താണ് ഈ ഇനിഷ്യേറ്റീവിനെ ബാക്ക് ചെയ്യുന്നത് ഫോർ സ്കൂൾ ലെവൽ ഡയറ്ററി അവയർനെസ്. ഓക്കെ, യെസ്, റെഗുലേറ്ററി ഗ്യാപ്സ് ആൻഡ് FSI എഫേർട്സ്. FSI is yet to finalize HFSS, high fat salt sugar definitions of or front of pack labeling norms with current reliance എന്താണ് WHO സ്റ്റാൻഡേർഡ്സ് ആണ് rather than India specific dietary data. നമ്മുടെ റീജിയണലി നമുക്ക് ഓരോ ഡയറ്റ് രീതികൾ ഉണ്ടായിരിക്കും. സോ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ റിലൈ ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. സോ FSIയിൽ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്ററി ഡാറ്റ, അതിന് പറ്റിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, നമ്മുടെ സ്പെസിഫിക് ഡയറ്ററി ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ദെൻ ഇതിൻ്റെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂള്ള ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഷുഗർ ബോർഡ്സ് ഇനീഷ്യേറ്റീവ് CBSE ആൻഡ് NCPCR കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഷുഗർ ബോർഡ്സ് ഇനീഷ്യേറ്റീവ്. CBSE mandates
sugar boards in all schools by July 15, 2025. Okay. Boards display sugar intake limits, sugar content in snacks, health risks. Okay. So ഇതൊക്കെ ഒരു ഡിസ്ക്ലൈമർ പോലെ നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റണം. ഓക്കെ. ദെൻ എയിംസ് ടു റെഡ്യൂസ് ചൈൽഡ്ഹുഡ് ഡയബറ്റിസ് ആൻഡ് ഒബേസിറ്റി വയ അവയർനെസ്. ഇതൊക്കെയാണ് നമ്മുടെ ഷുഗർ ബോർഡ് ഇനിഷ്യേറ്റീവിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ FSI and HFSS framework. FSI regulates food safety and standards in India. Then restricts high fat, sugar, salt food in near or schools. സ്കൂളിൻ്റെ പരിസരത്തോ സ്കൂളിലോ ഉള്ള എന്താണ് ഹൈ ഫാറ്റ്, ഷുഗർ, സോൾട്ട് ആ ഒരു കണ്ടന്റ് ഫുഡിലുള്ളതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊമോട്ട്സ് ഹെൽത്തി ഈറ്റിംഗ് ആൻഡ് മോണിറ്റേഴ്സ് കംപ്ലയൻസ്. ഓക്കെ. ദെൻ ടൈപ്പ് 2 ഡയബറ്റിസ് ആൻഡ് WHO ഷുഗർ ഗൈഡ് ലൈൻസിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. റൈസിംഗ് ടൈപ്പ് 2 ഡയബറ്റിസ് ഇൻ ഇന്ത്യൻ ചിൽഡ്രൻ ലിങ്ക്ഡ് ടു ഹൈ ഷുഗർ ഇൻടേക്ക്. നമ്മുടെ കുട്ടികൾ എന്താണ് ഹൈ ഷുഗർ ഇൻടേക്ക് ചെയ്യുന്ന വഴി, ലൈക്ക് നമ്മൾ എന്താണ് ചോക്ലേറ്റ്സും അങ്ങനെയുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്നത് വഴി ഒക്കെ എന്താണ് ടൈപ്പ് 2 ഡയബറ്റീസിനുള്ള ചാൻസസ് കൂടുകയാണ്. ഓക്കെ. ദെൻ WHO recommends less than 10% daily calories from free sugars. Then emphasizes cutting sugary snacks or drinks and healthy diets in schools. Okay. അതാണ് WHO സ്റ്റാൻഡേർഡ്സ് ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് റിഗാർഡിംഗ് ടൈപ്പ് 2 ഡയബറ്റിസ്. ദെൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ മെയിൻസ് പറയുമ്പോൾ നമ്മൾ GS 2ലും GS 3ലും ഇമ്പോർട്ടൻസ് ഉണ്ട്. GS 2ല് ഗവൺമെന്റ് പോളിസീസ്, ഇന്റർവെൻഷൻസ് for development in health and education sectors. Both are linked, right? Though then GS 2ല് റോൾ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് നമ്മളിവിടെ NCPCR, FSI ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ റോള്, അവരുടെ ഫങ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഏതാണ്, ലോ ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ദെൻ GS 3 എന്ന് പറയുന്നത് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി ഇൻ ഇന്ത്യ. അതാണ് GS 3യിൽ നിന്ന് വരുന്നത്. ദെൻ റോൾ ഓഫ് FSI നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എന്തൊക്കെയാണ് FSIയുടെ ഇമ്പോർട്ടൻറ്റ് റോൾസ്? ലൈക്ക് എന്താണ് ഫ്രെയിമിംഗ് റെഗുലേഷൻസ്, FSI സർട്ടിഫിക്കേഷൻസ്, ലാബ് പ്രൊസീജിയേഴ്സ്, പോളിസി സജഷൻസ്, അവയർനെസ് പ്രൊമോഷൻ. ഓക്കെ. അവയർനെസ് പ്രൊമോഷൻ ഒക്കെയാണ് FSIയുടെ മെയിൻ റോൾസ് എന്ന് പറയുന്നത്. യെസ്. ദെൻ 12 ഗോൾഡൻ റൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ സെർവ് സേഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള 12 ഗോൾഡൻ റൂൾസ്. ജസ്റ്റ് ഒന്ന് സ്കിം റീഡിങ് നടത്തി നോക്കാം. ദെൻ നമ്മുടെ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദി ഡോൺ ഓഫ് ഓട്ടോണമസ് സാറ്റലൈറ്റ് ആൻഡ് ദ ലീഗൽ വാക്വം എബവ് അസ്. ഓക്കെ. ഇറ്റ്സ് അബൌട്ട് എന്താണ് ഓട്ടോണമസ് AI സാറ്റലൈറ്റ്സിനെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണിത്. അതിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. എന്താണ് റൈസ് ഓഫ് ഓട്ടോണമസ് AI സാറ്റലൈറ്റ്സ്. റൈസ് ഓഫ് ഓട്ടോണമസ് AI സാറ്റലൈറ്റ്സ്. ഇതിന്റെ സമ്മറിയിൽ വരുന്നത് റൈസ് ഓഫ് ഓട്ടോണമസ് AI സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സ് ആർ ഇവോൾവിംഗ് ഫ്രം പാസീവ് ടൂൾസ് ടു ഓട്ടോണമസ്. ഓക്കെ. പാസീവ് ടൂൾസിൽ നിന്ന് ഓട്ടോണമസ് എന്താണ് AI പവേർഡ് സിസ്റ്റംസ് capable of self-navigating repairs and real-time decision making, raising operational efficiency and strategic utility, especially in military and disaster response context. നമ്മൾ ഒരു പാസീവായിട്ടുള്ള ഒരു ടൂളിൽ നിന്ന് ഒരു ഓട്ടോണമസ്ലി വർക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ എന്താണ് സാറ്റലൈറ്റ്സ് മാറുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ ലീഗൽ ആൻഡ് അക്കൗണ്ടബിലിറ്റി ചലഞ്ചസ്. ഓഫ് കോഴ്സ് അവിടെ ലീഗൽ ആൻഡ് അക്കൗണ്ടബിലിറ്റി ചലഞ്ചസ്, ഹ്യൂമാനിറ്റേറിയൻ എന്താണ് റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. ഓക്കെ. എക്സിസ്റ്റിംഗ് സ്പേസ് ട്രീറ്റീസ് ലൈക്ക് ഔട്ടർ സ്പേസ് ട്രീറ്റി 1967, ലയബിലിറ്റി കൺവെൻഷൻ 1972 are outdated in dealing with autonomous decisions by AI, making liability attribution nuclear in the event of malfunctions of geopolitical incidents. So 1967ലും 1972ലൊക്കെയുള്ള കൺവെൻഷൻസ് ആണ്. സോ നമ്മൾ അവിടുന്ന് ഒരുപാട് മുന്നോട്ട് വന്നു, ഡെവലപ്മെന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി. സോ അതിനൊക്കെ എന്താണ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ലോസും കാര്യങ്ങളും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ നീഡ് ഫോർ ന്യൂ governance mechanisms. The articles
stresses the urgent need for international legal, ethical, and technical frameworks. Okay, legal, ethical, and technical ഫ്രെയിംവർക്സിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് ഹ്യൂമൻ ഓവർസൈറ്റ് മാൻഡേറ്റ്സ്, ഓട്ടോണമി ക്ലാസിഫിക്കേഷൻ. ഓട്ടോണമി ക്ലാസിഫിക്കേഷൻ വരും. ഇപ്പോൾ ഓട്ടോണമസ് ആണ്, അതിന് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ടായിരിക്കും. ദെൻ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ സിസ്റ്റംസ് ടു അവോയ്ഡ് എസ്കലേഷൻ ആൻഡ് മെയിൻറ്റെയിൻ സ്പേസ് സേഫ്റ്റി. ഓക്കെ, ഇതിൻ്റെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലുള്ള പോയിന്റ്സ് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഔട്ടർ സ്പേസ് ട്രീറ്റി 1967, as I have already mentioned, അതിലുള്ള ആർട്ടിക്കിൾ 6 and 7 നമ്മൾ നോക്കുകയാണെങ്കിൽ, ആർട്ടിക്കിൾ 6ൽ പറയുന്നത് സ്റ്റേറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ സ്പേസ് ആക്ടിവിറ്റീസ് ബൈ ദെയർ എൻറ്റിറ്റീസ്. ആൻഡ് ആർട്ടിക്കിൾ 7 സ്റ്റേറ്റ്സ് ലയബിൾ ഫോർ ഡാമേജ് കോസ്ഡ് ബൈ ദെയർ സ്പേസ് ഒബ്ജക്ട്സ്. നമുക്ക് സ്പേസ് ഒബ്ജക്ട്സ് എന്താണ്, സ്പേസ് ഡെബ്രിസ് പോലെയുള്ള എന്താണ്, അത് കൂടുന്നത് വഴിയുള്ള കൺസേൺസിനെ മെൻഷൻ ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റണം. അല്ലെങ്കിൽ അത് എന്താണ്, ഭാവിയിൽ ഇനി ഒരുപാട് സാറ്റലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ്ഡ് ആയിട്ട് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഇംപ്രൂവ് ആവുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് ഭാവിയിൽ ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോഴേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ലയബിലിറ്റി ഇൻ സ്പേസ് ആക്ടിവിറ്റീസ്. ഓക്കെ, അതാണ് നമ്മുടെ ഔട്ടർ സ്പേസ് ട്രീറ്റിയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ദെൻ ലയബിലിറ്റി കൺവെൻഷൻ 1972. States absolutely liable for damage on Earth, fault based in space. Okay, then covers damage by space objects to states and citizens. Okay, defines claims and settlement procedures. അതാണ് ലയബിലിറ്റി കൺവെൻഷൻ 1972 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സാറ്റലൈറ്റ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് ആൻഡ് AI in space. Edge computing processes data on satellites, reducing delay. Okay, edge computing helps for that, and AI enables autonomous decisions and real-time analytics, improves mission efficiency and response time. So AI ഇതിനൊക്കെ എനേബിൾ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള ഡിമെറിറ്റ്സിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ഇന്റർനാഷണൽ സ്പേസ് ലോ ബോഡീസ്, UN കോപ്പസ് ആൻഡ് IISL. UN കോപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഡെവലപ്സ് സ്പേസ് ട്രീറ്റീസ് ആൻഡ് പ്രൊമോട്ട്സ് കോപ്പറേഷൻ, ആൻഡ് IISL പ്രൊമോട്ട്സ് സ്പേസ് ലോ റിസർച്ച് ആൻഡ് ഓർഗനൈസസ് ഇവൻറ്റ്സ്. ബോത്ത് ഓഫ് ദം ഗൈഡ് ഗ്ലോബൽ സ്പേസ് ഗവേണൻസ്. ഓക്കെ, സോ ദീസ് ബോഡീസ് നമ്മൾ UN കോപ്പസും IISLും മൈൻഡിൽ വയ്ക്കുക. ദെൻ ഡ്യുവൽ യൂസ് നേച്ചർ ഓഫ് AI ടെക്നോളജീസ് എന്തൊക്കെയാണ്? AI സെർവ്സ് സിവിലിയൻ ആൻഡ് എന്താണ് മിലിറ്ററി പർപ്പസ്. ആ ഒരു ഡ്യുവൽ യൂസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റൈസസ് സെക്യൂരിറ്റി ആൻഡ് റെഗുലേഷൻ കൺസേൺസ്. ഓക്കെ, ദെൻ നീഡ്സ് സ്ട്രിക്റ്റ് പോളിസീസ് ആൻഡ് ഇന്റർനാഷണൽ കോപ്പറേഷൻ. അതാണ് പ്രിലിംസിൽ വരുന്ന കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. മെയിൻസിലേക്ക് നമ്മൾ വരുമ്പോൾ GS 2ലും GS 3ലും ഇമ്പോർട്ടൻസ് ഉണ്ട്. GS 2ല് challenges to existing international laws due to emerging technologies in space. So emerging technologies കൊണ്ടുവരുന്ന ചാലഞ്ചസിനെ മെൻഷൻ ചെയ്യുക. ആൻഡ് GS 3ലെ എത്തിക്കൽ, ലീഗൽ ആൻഡ് സെക്യൂരിറ്റി ഇംപ്ലിക്കേഷൻസ് ഓഫ് AI based autonomous systems in outer space. ദെൻ GS 3ൽ വരുന്ന വേറൊരു ഭാഗമാണ് നീഡ്സ് ഫോർ റെഗുലേഷൻ ആൻഡ് ഇന്റർനാഷണൽ കോപ്പറേഷൻ ഇൻ സ്പേസ് ഗവേണൻസ് അമിഡ് റൈസിംഗ് പ്രൈവറ്റ് ആൻഡ് AI ഇൻവോൾവ്മെന്റ്. ഓക്കെ, പ്രൈവറ്റ് ആൻഡ് AI ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അത് GS 3ൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ദെൻ ഔട്ടർ സ്പേസ് ട്രീറ്റിയിൽ 1967 ഔട്ടർ സ്പേസ് ട്രീറ്റിയിൽ ഇവിടെ അതിൻ്റെ പാർട്ടീസ്, സിഗ്നിറ്ററീസ്, നോൺ പാർട്ടീസ് ഒക്കെ ഈ ഒരു മാപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഒരു മാപ്പ് ഒന്ന് നോക്കുക. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ലയബിലിറ്റി മെക്കാനിസം, സ്പേസ് ലയബിലിറ്റി കൺവെൻഷനെ കുറിച്ചും മെൻഷൻ ചെയ്തിട്ടുണ്ട്.